അങ്ങനെ 2025 ഞങ്ങളുടെ ബർത്ത്ഡേയും കൂടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തോട്ടോ ഗൈസ്. എല്ലാ വർഷവും പല പല തരത്തിലായിരിക്കും. ചില വർഷം 2 വർഷം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാതെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ബർത്ത്ഡേയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേൻ്റെ എങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പ്രിപ്പറേഷനും ഇല്ല കേട്ടോ. കാരണം ഉമ്മയില്ല, ഹസ്ബൻഡ് ഇല്ല. പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഉമ്മയില്ല. എന്ത് ചെയ്യും, കേക്ക് വാങ്ങിക്കണം, ഡ്രസ്സ് വാങ്ങിക്കണം. ഇനിയിപ്പോൾ ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ ഉമ്മനെ ഞാൻ ഹോം വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ അതാ വീട്ടിലാണ്, പിന്നെ ഇവിടെ നിൽപ്പുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നുണ്ട് ഗൈസ്, ഒരു 5:30 ആ ഒരു സമയമാകുമ്പോൾ ഉണ്ട് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ആരാണെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ സർപ്രൈസ് ആയി പോയി, ഉമ്മയാണ് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വരുമെന്ന് ഒരിക്കലും ഷുവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഉമ്മതാ മുന്നിൽ വന്നിട്ടുണ്ട്. കൂടെ 2 കവറുണ്ട്, കേക്കുണ്ട്, ഡ്രസ്സുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ കളർ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പോരാത്തതിന് നല്ല ബട്ടർ സ്കോച്ചിൻ്റെ കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി കേക്കൊക്കെ മുറിച്ചു. 2 ഉമ്മാരും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ നല്ല ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു ഇത്. സത്യമായിട്ടും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എന്താ പറയുക, ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒന്ന് നടന്നപ്പോൾ സത്യം പറയാൻ ഭയങ്കര ഹാപ്പിയായി. അതുവരെ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അയ്യോ എന്നിട്ട് ബർത്ത്ഡേ ഇടും, ഒരു തരത്തിലും ഹാപ്പിനെസ് ഇല്ലല്ലോ, എന്ത് പറ്റിയെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് താങ്ക് ഗോഡ് സത്യമായിട്ട് 3 പേർക്കും ഒരുപോലെ കളർ ഡ്രസ്സാണ്. 3 ആളല്ല 5 പേർക്കും കൂടി കേട്ടോ. പിന്നെ അതായത് കുട്ടികൾക്കും ഞങ്ങൾക്കും ഏകദേശം ഒരേപോലെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കേക്ക് മുറിച്ച് കഴിച്ചു. നല്ല ഫുഡും ഉണ്ടായിരുന്നു, നല്ല ഫുഡും കഴിച്ചു. അങ്ങനെ സൂപ്പറാക്കി.